എന്തെങ്കിലും ശേഷം സുഖമാണ് വിചാരിക്കുന്നത് പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് സന്തോഷമുള്ളൊരു വാർത്തയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പൊതുവേ നമ്മൾ കുറേ ആളുകളൊന്നും ഈ പറഞ്ഞ ന്യൂസുകളും കാര്യങ്ങളൊന്നും വായിക്കാറില്ല. സോ അവർക്കൊക്കെയാണ് നമ്മൾ നമ്മുടെ വീഡിയോസിലൂടെ ന്യൂസുകൾ യഥാസമയത്തിൽ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പലരും കുറേ കാര്യങ്ങൾ അവെയർ ആവുന്നുണ്ട്. പിന്നെ ചിലരതൊക്കെ വിട്ടു പോകുന്നുണ്ട്. സമയമുള്ള സമയത്ത് കാണുക, അല്ലാത്ത സമയമുള്ള സമയത്ത് കാണുക. അതുമാത്രമല്ല, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ ന്യൂസുകളും ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സുകളും പലതും നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ യഥാസമയം എത്തിച്ചേരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യാൻ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക്. സോ തമ്മിൽ കണ്ടപോലെ തന്നെ വളരെ സന്തോഷമുള്ള വാർത്തയാണ്. അതായത് ഹ്യൂജ് ഫാൾ ഇൻ UK വർക്ക് വിസാസ് ആസ് അസൈലം സീക്കേഴ്സ് അപ്ലിക്കേഷൻ റോക്കറ്റ് ടു റെക്കോർഡ് ലെവൽ, ഹോം ഓഫീസ് ഡാറ്റ ഷോസ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇമിഗ്രേഷൻ ഡാറ്റ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോ ഇമിഗ്രേഷൻ ഡാറ്റയിൽ വളരെ 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 നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു കാര്യം എടുത്ത് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും UKയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. വേറൊന്നുമല്ല, നമുക്കറിയാം ഇപ്പം ഇതിൽ തന്നെ പറഞ്ഞാൽ UK വർക്ക് വിസാസ് ഹ്യൂജ് ഫാൾ വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ അപ്പുറം തന്നെ അസൈലം സീക്കേഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് റോക്കറ്റ്സ് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ലീഗൽ ഇമിഗ്രേഷൻ മൈഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ പേരിന് മാത്രം എന്നുള്ള രീതിയിലേക്ക് മാറി. ഓക്കെ, ശരിയാണ്, നെറ്റ് മൈഗ്രേഷൻ കുറക്കണം, നെറ്റ് മൈഗ്രേഷൻ കുറക്കണം എന്നുള്ളതൊക്കെ അവരുടെ ഒരു ആശയം. പക്ഷേ ഈ ഇല്ലീഗൽ മൈഗ്രൻസിന് ഒരു കുറയ്ക്കലും ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ലീഗൽ മൈഗ്രേഷൻ വഴി വന്ന, അതായത് ലീഗലായിട്ട് വന്ന നമുക്ക് ജോബില്ല. പക്ഷേ ഇല്ലീഗൽ മൈഗ്രൻസിന് അസൈലം അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അസൈലം അപ്ലിക്കേഷൻസ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതായത് കടൽ മാർഗം നീന്തിക്കടന്ന് വരുന്നവർക്ക് അസൈലം അപ്ലിക്കേഷനും ലക്ഷങ്ങൾ പൈസ കൊടുത്ത് വരുന്നവർക്ക് നോ വർക്ക് വിസ എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം, ഇത് വീഡിയോ കൊണ്ടുവന്ന് വേറെ ഒന്നുമല്ല, ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ UKയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഇപ്പോൾ നമുക്ക് തന്നെ എപ്പോഴും ഒരുപാട് ഏജൻസി റെഗുലറായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. UKയിലേക്ക് IELTS ഇല്ലാതെ പഠിക്കാം, 12 months കോഴ്സ്, ഏതെങ്കിലും ഡിഗ്രി പഠിച്ച് കയറി വരാം എന്നൊക്കെ പറഞ്ഞ കഥയൊക്കെ അത് ശരിയാണ്, ഇല്ലാന്നല്ല. നിങ്ങൾക്ക് ഏത് ഡിഗ്രി പഠിച്ചാലും UKയിൽ വന്നിട്ട് നിങ്ങൾക്കൊരു മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും, ഇനി ബാച്ചിലേഴ്സ് ചെയ്യാൻ പറ്റും. IELTSൻ്റെ ആവശ്യമില്ല, ഇവിടെ വരാം, പഠിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, പക്ഷേ ഈ ഏജൻസികളൊന്നും മറ്റൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്കകത്ത് എല്ലാം പൊളിച്ചടുക്കി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് നമുക്കൊരു 10-60ഓളം അപ്ലിക്കേഷൻസ് വന്നു. അതായത് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളവർ. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഇവിടെ വന്നിട്ട് ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരല്ല. ഇനി അങ്ങനെയുള്ളവർ വരുമ്പോൾ ഈ ന്യൂസ് ഒക്കെ കാണുക, അങ്ങനെ ഏജൻസീസ് വന്നും അല്ലെങ്കിൽ എന്താ പറയുക, വലിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ജോലി എന്നൊക്കെ പറയുന്നവർക്ക് ഈ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെടില്ല അവർക്ക്, എന്നാലും ഇതാണ് പച്ചയ സത്യം. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് ആ വീഡിയോ അയച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ അവസ്ഥയാണ്, വർക്ക് വിസ കിട്ടാത്തത് അവരുടെ കുറ്റമല്ല, ഇവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ ഒരു സംഭവം. അതായത് വർക്ക് വിസ എംപ്ലോയീസിന് കൊടുക്കാൻ പറ്റാത്ത വിധം ആക്കി മാറ്റിയിരിക്കുന്നു. അതൊന്ന് നമുക്ക് സാലറി ത്രഷോൾഡ് തന്നെയാണ് ഏറ്റവും വലിയ ഭീകരൻ. നമ്മൾ വന്ന നിയമങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ച് പോയത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നത് നിർത്താം, അതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ മാരണമാവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നുമല്ല. വന്നിരിക്കുന്നത് സാലറി ത്രഷോൾഡ് തന്നെയാണ് ഏറ്റവും വലിയ മാരണം. ഈ സാലറി ത്രഷോൾഡ് കാരണം ഒരു എംപ്ലോയറിന് ഒരു എംപ്ലോയി എടുക്കാൻ പറ്റില്ല. ഒരു ഫ്രഷറായിട്ടുള്ള പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഇവിടെ എടുക്കാൻ സാധ്യമല്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് പണിയെടുത്ത പിള്ളേരായിരിക്കണം, എന്നാൽ അവർക്ക് മാത്രമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 30,000 38,000 പൗണ്ടൊക്കെയാണ് ഒരു സാലറി ത്രഷോൾഡ് വെച്ചിരിക്കുന്നത്, 38,700 പൗണ്ട്. പക്ഷെ എല്ലാ ജോബിനും അങ്ങനെയല്ല. അതിനകത്ത് ചില ജോബ്സിന് 30,000, അത് ഡിപ്പെൻസ് ആണ്, ഓരോ ജോബിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിനകത്ത് വരുന്ന ജോബിനൊക്കെ ഓക്കെ എംപ്ലോയീസിന് ഹയർ ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ ഡാറ്റകൾ നോക്കുന്നുണ്ട്, വെയിറ്റ്, അപ്പോൾ അത് കാണിച്ചു തരാം. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഈ ഡാറ്റകളൊക്കെ കഴിഞ്ഞ് ഹോം ഓഫീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് വർക്ക് വിസ കൊടുത്തു, ഏതൊക്കെ മേഖലയിൽ കൊടുത്തു എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാലറി ത്രഷോൾഡ് മാറണം, പലർക്കും മാറണം. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ കൂടുതലും എടുക്കാൻ പറ്റുന്ന കോഴ്സ് ഏതാണ്? MBA, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, ഏതെങ്കിലും ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റും അങ്ങനെയുള്ള കുറേ കോഴ്സുകൾ എടുത്തിട്ട് വരുന്ന ആളുകളാണ് നിങ്ങൾ. അവർക്ക് ഇവിടെ വന്ന് ഫ്രഷറായിട്ട്, നാട്ടിൽ നിന്ന് ഫ്രഷാണ്, ഇവിടെ നിന്ന് ഫ്രഷായ ഒരാൾക്ക് 30,000 മേലെ സാലറി കൊടുത്തെടുക്കൂ. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ മാനേജേഴ്സിന് ചിലപ്പോൾ കിട്ടുന്നുണ്ടാകും, ചിലപ്പോൾ 28,000 29,000 30,000 പൗണ്ടായിരിക്കും മാനേജേഴ്സിന് കിട്ടുന്നത്. സോ അതേ സ്ഥാനത്തേക്ക് നിങ്ങളെ അവർ പ്ലേസ് ചെയ്യൂ. കാരണം ഇവർക്ക് എംപ്ലോയീസിനെ വേണമെങ്കിൽ പോലും
നിസ്സഹായരാണ് പല കമ്പനീസ്. എനിക്കറിയാം കുറേ 1-to-1 നമുക്ക് റെഗുലറായിട്ട് 1-to-1 വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ്. കാരണം ചേട്ടാ സ്പോൺസർഷിപ്പ് തരാമെന്ന് പറഞ്ഞ അവസാനം വരെ വിശ്വസിച്ചു, പക്ഷേ അവരും തരാൻ പറ്റില്ല, ഇപ്പോഴത്തെ സാലറി ത്രെഷോൾഡ് മാറി, എന്ത് ചെയ്യും എന്ന് ചോദിച്ചു വരുന്നവരാണ് ഒരുപാട് പേര്. അപ്പോൾ അവർക്ക് ഞാൻ പ്ലാൻ ABC ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, അത് വേറെയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ജോബ് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഏപ്രിലിൽ വീണ്ടും അടുത്ത മാരണം വരാൻ പോവാണ്. മാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എംപ്ലോയേഴ്സിൻ്റെ NI ഉയർത്താനുള്ള, അല്ലെങ്കിൽ ഇനി NIയിൽ കുറച്ച് ഉയർവ് കൊണ്ടുവരുന്നുണ്ട്. അത് എംപ്ലോയീസ് പേ ചെയ്യണം. 1. 2, സാലറി ഹൈക്ക് വരുന്നു. സാലറി ഹൈക്കിൻ്റെ ഒപ്പം ഇത്രയും ത്രെഷോൾഡ് വെച്ചിട്ട് ഒരാളെ എടുക്കുക എന്നുള്ളതിന് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എംപ്ലോയീസിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഗവൺമെൻറ് അങ്ങനെ നിയമം കൊണ്ടുവന്നു നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനായിട്ട്. എന്നാൽ നുഴഞ്ഞു കയറി വരുന്നവർക്ക് ഒരു മൈഗ്രേഷനും ബാധകമല്ല. പുതിയ എന്തൊക്കെ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാലും ആൾക്കാർ കൊണ്ടുവന്നു. പിന്നെ ഇവിടെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. എന്നാലും എങ്ങനെ ഇത്രയും അസൈലം അപ്ലിക്കേഷൻസ് വന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നു. ആ ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അസൈലം അപ്ലിക്കേഷൻസ് ഏകദേശം 1 ലക്ഷത്തിന് മേലെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് 2024 അസൈലം അപ്ലിക്കേഷൻസ്. 12 മാസത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇവിടെ ലീഗലായിട്ട് വന്നവരുടെ എണ്ണം ഏകദേശം 7 ലക്ഷത്തി സംതിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനകത്ത് ഒരു വലിയൊരു വിഭാഗം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഡാറ്റകളും ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്രാവശ്യം ഹെൽത്ത് കെയർ, ഏറ്റവും നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന ഏറ്റവും നല്ല മേഖല ഹെൽത്ത് കെയർ മേഖലയ്ക്ക് ജോലി കിട്ടും, ഇല്ലെങ്കിൽ വരുന്നവർക്ക് കിട്ടും എന്നൊക്കെ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇപ്രാവശ്യം 12 മാസത്തിൻ്റെ ഇടയിൽ വെറും 27,000 വിസകളാണ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്. അത് പല മേഖലകളിലായിട്ട് കേട്ടോ. അതിപ്പോൾ കെയർ സെക്ടേഴ്സിലായിരിക്കാം, നഴ്സിംഗ് ഇല്ലെങ്കിൽ NHS ആയിരിക്കാം, ഇനി ഹെൽത്ത് കെയറിൽ വരുന്ന മറ്റ് ജോബ്സ് ആയിരിക്കാം. അതെല്ലാം കൂടി ചേർത്തിട്ടാണ് 27,000 വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വലിയൊരു കുറവാണ് എന്നുള്ളതാണ് നമുക്കറിയാനായിട്ട് അറിയുന്നത്. അത് മാത്രമല്ല സ്റ്റഡീസിന് ഏകദേശം 3,93,000 സ്പോൺസർ സ്റ്റഡി വിസ ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് 2024. അതൊക്കെ മുൻകാലങ്ങളിലെ അപേക്ഷിച്ചിട്ട് വലിയ ഇടിവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം സ്റ്റുഡൻസ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് കുറഞ്ഞു എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ വർഷം ഏകദേശം 6,13,000 മേലെ വിസകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2024 ആകുമ്പോഴേക്കും അത് 3,29,000 എങ്ങാണ്ടായി. ഓക്കെ, അപ്പോൾ നല്ലൊരു കുറവ് അതിനകത്ത് വന്നിരിക്കുന്നു. അതേപോലെ തന്നെയാണ് പല മേഖലകളിലും കേട്ടോ. ഓക്കെ, മറ്റ് വിസയിലേക്ക് ഇപ്പം ഞാൻ 7 ലക്ഷത്തി സംതിങ് വിസകളൊക്കെ കിട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 19,346 വിസ യുക്രൈനിൽ നിന്ന് വന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷത്തിനെയും കാട്ടി അപേക്ഷിച്ചിട്ട് ഈ വർഷം കുറവാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. നല്ല കുറവായിരുന്നു കേട്ടോ. പിന്നെ 19,273 വിസ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് സ്റ്റാറ്റസ് ഹോൾഡേഴ്സ്, ഹോങ്കോങ്ങിന് കൊടുത്തിരിക്കുന്ന വിസയാണ് 19,000. ഓക്കെ, പിന്നെ 13,869 വിസ EU സെറ്റിൽമെന്റ് സ്കീമിൽ യൂറോപ്പിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല അതിൻ്റെ കൂടെ അവർ ഡിപ്പെൻഡൻസിനെയും കൂടി ആഡ് ചെയ്യുമ്പോൾ പ്ലസ് വീണ്ടും 3,000 വെച്ചിട്ട് അതിനകത്ത് കൂടും. ഇപ്പോൾ ഇതും അതിനകത്തേക്ക് മൈഗ്രേഷനിലേക്ക് ഇല്ലെങ്കിൽ ഒരു നെറ്റ് മൈഗ്രേഷൻ ഫിഗറിലേക്ക് ഇതും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കണ്ടെത്തൽ. പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ ഈ ന്യൂസിൻ്റെ താഴത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ കൊണ്ടുവരാൻ പോകുന്നു. അതിനകത്തും ക്രാക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് ലീഗൽ മൈഗ്രേഷനെയാണ്. ലീഗൽ മൈഗ്രേഷനെ അവർ തടയാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ അസൈലം അപ്ലിക്കേഷനിൽ ഒരു കുറവുമില്ല, ലക്ഷം കടന്നിരിക്കുന്നു. അതും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എന്തൊക്കെയാണല്ലേ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പുതിയ ഇമിഗ്രേഷൻ പ്ലാനിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരും. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില സെക്ടേഴ്സിലേക്ക് ജോബ് ലഭിക്കുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ ഇവരുടെ ഇത്രയും ഈ മൈഗ്രേഷൻ വേസ്റ്റ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ റൂൾസ്, അതായത് ഇപ്പം നമുക്കറിയാം ഒരു വിസ എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് IELTS വേണ്ട, ഡിഗ്രി ഉണ്ടെങ്കിൽ മതി, അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ നടക്കുമായിരുന്നു. അത് ടൈറ്റ് ആക്കാനുള്ള സാധ്യതകളുണ്ട്. വിസ റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ എന്താ പറയുക സ്ട്രിക്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ വിസ റിക്വയർമെൻറ്റ്സ് ഒന്ന് ഇളവ് വരുത്തിയപ്പോഴാണ് ഒരുപാട്
അതിനകത്ത് അബ്യൂസ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ സ്ട്രിക്റ്റ് ആക്കാനുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്. ഓക്കെ, എന്തായാലും കൊള്ളാടേ കൊള്ളാം. ഇവിടെ പൈസ കൊടുത്ത് UK കയറി വന്നവർക്ക് മടങ്ങിപ്പോവാം, അല്ലാത്തവർ ഇവിടെ നിൽക്കുക എന്നുള്ള സെറ്റപ്പിലേക്ക് ഈ ഒരു ടോക്ക് ഈ പറഞ്ഞ ഈ നെറ്റ് ഇമിഗ്രേഷൻ ഈ ഫിഗർ കാണിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസൈലം സീക്കേഴ്സ് ഒരു വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. വർക്ക് വിസ കൊടുത്തിരിക്കുന്നതിൽ വൻ കുറവുകൾ വന്നിരിക്കുന്നു അതിനകത്തേക്ക്. ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ഇനിയിപ്പോൾ മറ്റ് മേഖലകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ വെറും 10,000 20,000 20,000 താഴേക്ക് തന്നെ ആയിരിക്കും മറ്റ് മേഖലകൾ എല്ലാവർക്കും കൂടി ഒരു വർഷം ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുന്നതിന് നിങ്ങളുടെ മാത്രം തെറ്റല്ല എന്ന് 100% ഉറപ്പിച്ചു. കാരണം ഇത് ഇവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഈ പോളിസികൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എടുക്കാഞ്ഞിട്ടാണ്. നിങ്ങൾ 1000 അപ്ലിക്കേഷൻ ഇടുമ്പോൾ റിജക്റ്റ് ആവുന്നേ എടുക്കുന്നില്ലേ എന്ന് പറയുന്നതിന് ഇതാണ് അതിൻ്റെ ഒരു ആൻസർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ മൊത്തം ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് ഇത്രയും വിസകളാണ്. ഓക്കെ, ഇനി NHSലേക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. നേഴ്സുമാരുടെ ആശങ്ക അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പലരും മെസ്സേജ് അയച്ചും അതുപോലെ തന്നെ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, ചേട്ടാ നേഴ്സുമാർക്കൊന്നും ഉടനടി റിക്രൂട്ട്മെന്റ് ഉണ്ടാവില്ല എന്നാണ് പലയിടത്തുനിന്നും കിട്ടിയ ഇൻഫർമേഷൻ. എന്തായാലും ഏപ്രിൽ നമുക്കറിയാം കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും നേഴ്സുമാരുടെ കാര്യത്തിൽ എന്താണ് ഇവർ ഒരു ഡിസിഷൻ എടുക്കുന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അറിഞ്ഞൊരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് UK സ്റ്റഡീസ് എടുത്തിട്ട് വരാൻ പോകുന്ന നേഴ്സുമാരെ ആയിരിക്കും എന്നുള്ളതാണ്. അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇതേപോലെ സ്റ്റഡി കഴിഞ്ഞ് നിങ്ങൾ OET ഒക്കെ എടുത്തിരിക്കുന്ന നേഴ്സുമാർ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അവിടെ OETയും പഠിച്ച് നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഗവൺമെൻറ് നിങ്ങളുടെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ച് UK കയറ്റി കൊണ്ടുവന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓസ്കി എടുത്ത് ട്രെയിനിങ് എടുത്ത് പിൻ നമ്പർ എടുത്ത് കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് കയറി കഴിയുമ്പോൾ ഒരു വലിയ വിഭാഗം ഇങ്ങോട്ട് എടുത്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് ചാടും. ഓസ്ട്രേലിയയിലേക്ക് ചാടുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അതുകൊണ്ട് തന്നെയാണ് ഫ്രീസ് ആയിരിക്കുന്നത്, നോ ഡൗട്ട്, അതിന് ഒരു ഡൗട്ടും ഇല്ല. കാരണം വെച്ചാൽ അവർ അത്രയും ലക്ഷങ്ങൾ നിങ്ങൾ മേലെ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അതാണ് മെയിൻ ഒരു കാര്യം. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ വരുന്നവർ, അതായത് സ്റ്റഡി ഇപ്പോൾ ബാച്ചിലർ നേഴ്സ് BSc ഒക്കെ എടുത്ത് പഠിക്കും, ഇവിടെ നേഴ്സ് 3 ഇയർ ഡിഗ്രി ഒക്കെ പഠിക്കാൻ വരുന്ന ആളുകൾ അവർ പഠിച്ചു കഴിയുമ്പോൾ അവരിവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പ്ലസ് ആ പൈസയോടൊപ്പം രജിസ്ട്രേഷൻ എടുക്കുന്ന കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവർ രജിസ്ട്രേഷൻ എടുത്ത് കൊടുക്കുന്നു. അതിലൂടെ ഗവൺമെന്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഗവൺമെന്റിന് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല, ഒരു പൈസയും പോകാൻ പോകുന്നില്ല. ഗവൺമെന്റിന് ഫ്രീ ആയിട്ട് സ്റ്റാഫുകളെ കിട്ടുന്നു, പിൻ നമ്പർ ഉള്ള നേഴ്സുമാരെ കിട്ടുന്നു. അപ്പോൾ ഗവൺമെന്റ് ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഈ പൈസ ഇനി കൊടുക്കണ്ടേ, എന്തിനാണ് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ, യൂണിവേഴ്സിറ്റിക്ക് കുറച്ച് സീറ്റ് അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ പോരെ, ഒന്ന് കയറ്റി കൊടുത്താൽ പോരെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ എനിവേ അത് പാടെ അങ്ങനെ ആവരുതേ എന്നുള്ളതാണ് നമ്മുടെ ഇത്. എന്നാൽ റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഇപ്പം നമുക്കറിയാം വെയിൽസിലേക്ക് 200ഓളം ഹെൽത്ത് കെയർ സ്റ്റാഫ്സിനെ കേരളത്തിൽ റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് ഇതേപോലെ തന്നെ പതിയെ പണ്ടത്തെ പോലെ വലിയ രീതിക്കല്ലാതെ കുറച്ച് റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ പാടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ വെയിൽസിലൊക്കെയാണ് ഇംഗ്ലണ്ടിൽ എടുക്കുന്നത് പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഈ അടുത്തങ്ങാണ്ട് യോർക്കിലെങ്ങാണ്ട് ഒരു ന്യൂസ് അങ്ങനെ കണ്ടു, ഇതേപോലെ കേരളമായിട്ട് ഒരു ഇത് വരുന്നു, നേഴ്സ് റിക്രൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എന്ന് കണ്ടിരുന്നു. അല്ലാതെ മറ്റൊരു ന്യൂസും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൈസ്, നേഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് കേസുകളെല്ലാം ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് അവരുടെ പ്ലാനുകൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നെറ്റ് മൈഗ്രേഷൻ നമുക്കറിയാം വലിയ രീതിയിൽ കൂപ്പുകുത്തുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ അസൈലം സീക്കേഴ്സിന്റെ എണ്ണത്തിൽ വർധനം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ചോദ്യചിഹ്നം. അത് മാത്രമല്ല, ഇപ്പോൾ ഇവിടെയുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മളൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എനിവേ ഗൈസ്, കാര്യങ്ങളൊക്കെ ഇതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ കമൻ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നമോ ഭാഗം കടബൈ.